കേടികളെ ഇന്ന് നമ്മുടെ ഷോപ്പിന്റെ സർവീസ് സെന്റർ ഷിഫ്റ്റ് ചെയ്യണ എന്റെ വീഡിയോ ട്ടാ. നമ്മുടെ ഷോപ്പിന്റെ ഉള്ളിൽ ഈ ഒരു കാണുന്ന സ്പേസ് മാത്രമേ ഇരുന്നിട്ടാ സർവീസ് സെന്റർ 5 സർവീസർമാരും ഒരുപാട് മെഷീനറീസും വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടായിരുന്നു നമ്മളിവിടെ ഇത്ര കാലം പ്രവർത്തിച്ചിരുന്നിട്ടാ. പിന്നെ കസ്റ്റമേഴ്സ് നിൽക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കേച്ചേരിയത്തെ ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിംഗിലേക്ക് ഞങ്ങളെ സർവീസ് മാത്രം മാറാൻ പോകുന്നു. നമ്മളൊക്കെ ഒരു പുതിയ ഷോപ്പോ വീടോ എങ്ങനെ തുടങ്ങിയാണെങ്കിൽ പുതിയ സാധനങ്ങൾ കയറ്റുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പെട്ടെന്ന് ചടപട കാര്യങ്ങൾ കഴിയും. എന്നാൽ റീനോവേഷൻ വർക്കോ ഷിഫ്റ്റിംഗോ ഒക്കെ നടത്തുന്ന പരിപാടിയാണെങ്കിലോ അതൊരു തൊരടി പിടിച്ച പരിപാടി തന്നെയാണ്. നമ്മുടെ ഷോപ്പിന്റെ പിള്ളേരും നമ്മളെ കൂടെ കട്ടക്ക് നിൽക്കണ കൊണ്ട് നമ്മുടെ ഷിഫ്റ്റിംഗ് പരിപാടി ഒരു രാത്രിയോടെ തന്നെ തീർത്തു. കാണുമ്പോ ചെറിയ ചെറിയ മെഷീനുകളാണെങ്കിലും എല്ലാം തുടച്ച് മേക്കിടുവാനായിട്ടാ നമുക്ക് പുതിയ ഷോപ്പിലേക്ക് കയറ്റാൻ. ഈ ഗ്ലാസ് ചിത്രം വരക്കുന്നവരാണ് നെജു. ഇവന്റെ തുടർന്ന് നോക്കിയേ അപ്പുറത്തെ സൈഡില് ഗ്ലാസ് ഉണ്ടോ എന്നുള്ള പോലെ അറിയണില്ലാന്നേ. ഇവന്റെ കൂടെ വന്ന് തുള്ളിയതാണ് മെയിലേറെ റസല്. ഈ ഡാമിന് എല്ലാം പുഷ്പം പോലെ തന്നെയാണ്. 4 പേരെ എടുക്കേണ്ട സാധനങ്ങളൊക്കെ ഒറ്റടിക്ക് എടുത്തോണ്ടും എല്ലാരെയും കൊണ്ട് പണിടിപ്പിച്ചിട്ട് മാറി നിൽക്കുന്ന ഒരുത്തുണ്ടാവില്ലേ, ആ ഒരു മുതലാണ് ഇതാ ഇവനോടൊക്കെ എന്തെങ്കിലും പണിയെടുക്കണമെന്ന് പറഞ്ഞാൽ ഗ്ലാസിനെ പോയാൽ കിക്കിലേക്കും. സർവീസർമാരൊക്കെ അവരവരുടെ സീറ്റുകൾ റെഡിയാക്കുന്ന തിരക്കിലാണ്. പണിയെടുത്ത് ഉമ്മക്കും പിള്ളേർക്കൊക്കെ വിഷം തുടങ്ങി. ഫുഡ് ഉണ്ടെന്നാ പറഞ്ഞപ്പോ മെയിലേക്ക് പണിയെടുക്കാനുള്ള ആവേശം കൂടി. ഫുഡിന്റെ പാത്രം വരുമ്പോഴത്തേനും ഇവിടെ ഡാൻസ് തുടങ്ങിയിട്ടാ. ശരീരം ഇളകിയാൽ കൂടുതൽ തിന്നാൻ പറ്റുന്നു. അതുകൊണ്ട് ഞാനും 2 സ്റ്റെപ്പ് ആട്ടു. ഉമ്മക്കുള്ള ഫുഡ് വീട്ടിൽ നിന്ന് വെച്ചുകൊണ്ട് ചെയ്തിട്ടാ. നെയ്ച്ചോറും നല്ല ചിക്കൻ കറിയും. ചെമ്പിന്റെ അടുത്ത് പോയിട്ട് കാര്യമൊന്നുമില്ല. ചെമ്പിന്റെ കൺട്രോൾ ബുബുവിന്റെ കയ്യിലാണ്. വേഗം കഴിച്ചു കഴിഞ്ഞാൽ വേഗം പണിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇരുന്ന് കഴിച്ചോണ്ടിരിക്കണ 2 കുരുപ്പുകളെ. ലാസ്റ്റ് ഫൈനൽ ഞങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. Okay, let's go.